ബംഗ്ലാദേശിൽ വീണ്ടും ന്യൂനപക്ഷ വിഭാഗത്തിന് നേരെ ആക്രമണമുണ്ടായി. കുമിലയിൽ പൂജാ ചടങ്ങ് നേരെയാണ് ബോംബ് ഏറുണ്ടായത്. മുഖ്യ പുരോഹിതൻ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് പരിക്കേറ്റുന്ന റിപ്പോർട്ട് വരുന്നു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാൻ ചേരുകയാണ്. പറയുക അച്യുതൻ, എന്താണ് ഉണ്ടായത്? ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാന്റെ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ തന്നെ ഈ ആക്രമണ സംഭവങ്ങൾ വളരെ കുറഞ്ഞിരുന്നു. മാത്രമല്ല, പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയത് നയതന്ത്ര ബന്ധമടക്കം ശക്തിപ്പെടുത്തുന്ന നീക്കങ്ങളിലേക്ക് കടക്കും. അതിനുള്ള പ്രതീക്ഷകൾ ഇന്ത്യയും പങ്കുവച്ചു. പക്ഷേ ഇപ്പോൾ അതിനെല്ലാം ശേഷമാണ് വീണ്ടും ഈ ന്യൂനപക്ഷ വിഭാഗത്തിന് നേരെ ഒരു ആക്രമണം ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നത്. കുമില്ലയിൽ പൂജാ ചടങ്ങിന് നേരെയാണ് ഒരു ബോംബേർ ഉണ്ടായിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. മുഖ്യ പുരോഹിതന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. നിലവിൽ എന്താണ് ഈ ആക്രമണത്തിന്റെ ഉദ്ദേശം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയുമില്ല. മറിച്ച് ഈ പ്രദേശത്തെ ആകെ CCTV ദൃശ്യങ്ങളെല്ലാം അടക്കം ശേഖരിച്ചുകൊണ്ട് ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ, ഏത് സംഘമാണ് പ്രവർത്തിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനായുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.